എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് നടക്കുവാണ്. ഹെയർ കെയർ ചലഞ്ച് ഞാൻ ഓർഡറിലാക്കിയിട്ടില്ല, ഓർഡറിലാക്കി പ്ലേലിസ്റ്റിലാക്കാൻ കേട്ടോ, സമയം കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് 2-3 ലൈവ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ലൈവിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈവായിട്ട് അതും അറിയാനായിട്ട് പറ്റും. അതും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മുടെ മുടി എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മുടി അല്ലേ, മുട്ടറ്റമുള്ള മുടിയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയുള്ളൊരു മുടിയല്ല. നമുക്ക് ആരോഗ്യമുള്ള, നമുക്ക് ഉള്ള മുടി നല്ല ഭംഗിയായിട്ടൊക്കെ സംരക്ഷിക്കാൻ കഴിയണം. നല്ല തിളക്കമുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല കുറച്ച് അത്യാവശ്യം തിക്കൊക്കെ ഉള്ള മുടിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ തിക്കായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്, വളരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാക്ക് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ ഇട്ടത് കൊണ്ടോ ഒന്നും സഹായിക്കില്ല. കൃത്യമായിട്ടുള്ള പരിചരണം, എല്ലാത്തിനും കൃത്യമായിട്ട് നമ്മൾ പരിചരിക്കണം അല്ലേ. ഇപ്പം നമ്മളൊരു കുഞ്ഞിനെ വളർത്തുവാണെങ്കിൽ പോലും അതിന് കൃത്യമായ ആഹാരവും വെള്ളമൊക്കെ കൊടുത്താലല്ലേ ആ കുഞ്ഞ് നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക, വല്ലപ്പോഴും മാത്രം അതിന് ആഹാരവും വല്ലപ്പോഴും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുരടിച്ച ഒരു കുഞ്ഞായിട്ട് മാറും അല്ലേ. ഇവനൊരു ചെടിയായിരുന്നാൽ പോലും അങ്ങനെയല്ലേ, നമ്മൾ കൃത്യമായിട്ട് തന്നെ പരിചരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയും. കൃത്യമായിട്ട് പരിചരിക്കുവാണെങ്കിൽ, ചിലരൊക്കെ പറയാറില്ലേ ചെറിയ വയസ്സിലെ നരയെന്നൊക്കെ പറയാറില്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഇത്രയും അധികം ഹെന്നയും ഇൻഡിഗോയെയും കുറിച്ച് പറഞ്ഞിട്ടും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത്, നരച്ച മുടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വരുവാണെങ്കിൽ ഓരോന്നായിട്ട് ഓരോ വീഡിയോകളിലും ഞാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് ഓരോന്നായിട്ട് മനസ്സിലാക്കി വരുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് പരിചരിക്കാനായിട്ട് പറ്റും. പിന്നെ നീലയമരി ഓയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഞാൻ വീണ്ടും പറയുവാണ്. നീലയമരി ഓയിൽ കറുത്ത മുടി വെളുത്ത മുടി കറുപ്പാക്കാനുള്ള ഓയിലല്ല നീലയമരി ഓയിൽ എന്ന് പറയും. നീലയമരി ഓയിൽ എന്തിനാണുള്ളത്? മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മുടി പെട്ടെന്ന് വെള്ള ആകാതിരിക്കാൻ വേണ്ടിയിട്ടും. കുറച്ച് മുടി വെള്ളയായി, ഇപ്പൊ അടുത്ത മുടി കൂടെ വെള്ളയായി പോകരുതല്ലോ പെട്ടെന്ന്. അപ്പൊ നമ്മൾ നീലയമരി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ തടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ വെള്ളമുടി മാറാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹിന്നയും ഇൻഡിഗോയും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നരച്ച മുടി മാറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഇല്ല എനിക്ക് ഒരുപാട് നരച്ച മുടി, ടെൻഷൻ, ഡിപ്രഷൻ, ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് കണ്ട് ഡൈ ഒക്കെ വാങ്ങിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ആകും. പിന്നെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കില്ല. പിന്നെ ഹെന്നയും ഇൻഡിഗോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അതിനകത്ത് എന്താ പറയുന്നത് പിടിച്ചു വരാനായിട്ട് പിന്നെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ കുറേ അധികം സമയം ശ്രമിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് മുടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഹെയർ കെയർ ചലഞ്ച്. അധികവും കൂടുതലും മുതിർന്ന ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു ഹെയർ കെയർ ചലഞ്ച്. അവർക്കാണല്ലോ അധികം ഹെയർ പ്രോബ്ലംസ്. ചെറിയ പ്രായത്തിൽ എന്താണെന്നറിയോ സംഭവിക്കുക, നമുക്ക് മുടി അങ്ങ് വളർന്നോളും, കുഴപ്പമില്ല, നമ്മൾ നോക്കിയില്ലെങ്കിലും ഒരു വിധമൊക്കെ അങ്ങ് വളരും. അപ്പം നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ എന്താ പറ്റുക, ഒരു വയസ്സാകുന്ന സമയത്ത് നമ്മുടെ മുടി ഫുള്ളായിട്ട് പോകാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് കുഞ്ഞിലേ തന്നെ മുടി നല്ല ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഈ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ടാണ് അധികം സാധനങ്ങളൊന്നും ഉൾപ്പെടുത്താതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ പാക്കുകൾ തയ്യാറാക്കുന്നത് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാക്കുകളൊക്കെ വേണമെങ്കിൽ തയ്യാറാക്കാം, പക്ഷേ വേണ്ട. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹെയർ ശ്രദ്ധിക്കാം. പിന്നെ വെളിയിൽ കൂടെ പോകാത്ത സമയമായതുകൊണ്ട് നല്ലപോലെ മുടിക്ക് നമുക്ക് കെയർ കൊടുക്കാനും വളർത്തിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ ചില പേർക്കുള്ള പ്രശ്നം മുടി ഭയങ്കര തിന്നായി പോകുന്നു, ചില പേർക്ക് പ്രശ്നം മുടി വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും വളരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പാക്കുകളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഓയിലാണ്. ഈ ഒരു ഓയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഓയിലിനെ കുറിച്ച് പലരും പറഞ്ഞു അങ്ങാടി കടയിലൊക്കെ 60 രൂപയ്ക്ക് ഈ ഒരു ഓയിൽ കിട്ടുമെന്ന്. അങ്ങാടി കടയിൽ 60 രൂപയ്ക്ക് കിട്ടുന്ന ഓയിലല്ല ഇത്. അങ്ങനെയുള്ള സാധനങ്ങളല്ല നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള ഓയിലും അല്ല നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 60 രൂപയ്ക്ക് എന്തായാലും ഈ ഓയിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കണ്ടോ, കളർ കണ്ടോ മാറിയത്. ഇത് കുറേ ദിവസമായിട്ട് വെയിലിരിക്കുകയാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 10-15 ദിവസമായിട്ട് വെയിലിൽ വെച്ചേക്കുന്ന ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ബോട്ടിൽ ഓർഡർ ചെയ്തവർക്കൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിലിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നല്ലപോലെ, പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിലൊക്കെ മുടിയൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ കൃത്യമായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി വളരും. മുടി കറക്കാനായിട്ടുള്ളതല്ല ഇത്, മുടി വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലർക്കൊക്കെ വട്ടത്തിലൊക്കെ മുടി ഒഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ഒരു എണ്ണ വളരെ നല്ല രീതിയിൽ സഹായിക്കും. ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി രാവിലെ എടുത്ത് വെയിലത്ത് വെക്കണം, വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് അകത്ത് വെച്ചേക്കണം. പിന്നെ പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഇങ്ങനെ നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് വീണ്ടും വെയിലത്ത് വയ്ക്കുക, അടുത്ത ദിവസം എടുക്കുക. അങ്ങനെ ഇരിക്കും തോറും കണ്ടു. ഇതിപ്പോൾ ഏകദേശം ഒരു 10-17 ദിവസത്തോളമായി എണ്ണയെ കണ്ടു. നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്, നല്ല റെഡിഷ് ആയിട്ടുണ്ട് കളറൊക്കെ. അപ്പോൾ നമ്മുടെ ജഡമാഞ്ചി എന്ന് പറയുന്നൊരു സംഭവമില്ല, അതൊക്കെ ഇടുന്നതുകൊണ്ടാണ് മുടിക്ക് നല്ല എണ്ണയ്ക്ക് നല്ലൊരു റെഡ് കളറും അതുപോലെ തന്നെ
സൂപ്പർ സ്മെല്ലാണ് ആ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേരുമ്പോൾ. അപ്പോൾ ഈ ഒരു എണ്ണയാണ് നമ്മൾ ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദിക്കും ഈ എണ്ണ ഇല്ലാത്തവർ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എന്ത് എണ്ണയാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു എണ്ണ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും ഞാൻ ഈ ഒരേ എണ്ണ തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് എതിരഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. നമ്മൾ എല്ലാ എണ്ണകളും എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണകളും നമ്മൾ മാറി മാറി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ആദ്യം നമ്മൾ മുടിയൊക്കെ നല്ല പോലെ, ഇന്നലെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഹെയർ ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്രീ ആയിട്ട് വിട്ടിട്ട് പോലും നല്ലൊരു ഓയിൽ മയം ഉണ്ട്. നമ്മുടെ നീലയമരി ഓയിലിൻ്റെ ഒക്കെ നല്ല ഒരു തിളക്കവും ആ ഒരു എണ്ണയും സൂപ്പർ എണ്ണയാണ് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓയിലാണ്. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഈ ഒരു കുറച്ച് എണ്ണ എടുക്കുക. കണ്ടോ, നല്ല റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. 15 ദിവസം കൊണ്ട് തന്നെ നല്ല റെഡ് കളറായി. എന്നിട്ട് നല്ല പോലെ കയ്യിൽ നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാജ് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ 0 0 0 എന്ന് വരയ്ക്കുന്ന മാതിരി ഇതുപോലെ മസാജ് കൊടുക്കണം. നമ്മുടെ മുടിയെ കാട്ടിയും നമ്മുടെ തലയോട്ടിയുടെ വേരിന് തലമുടിക്കാണ് എണ്ണയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ദേ ഇതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നല്ലപോലെ മുടി കുനിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുമൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ മസാജ് ചെയ്യണം. കുനിച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. കുനിച്ചിട്ട് മസാജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ സമയം കറക്റ്റായിട്ടൊരു 10 മിനിറ്റ് വെച്ചോളൂ. 5 മിനിറ്റ് നേരം നല്ലപോലെ ഇതുപോലെ മസാജ് കൊടുക്കുക. 5 മിനിറ്റ് കുനിച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക. അടുത്ത 2 മിനിറ്റ് നമ്മൾ മുടിയിലെല്ലാം ഇതുപോലെ ഓരോ മുടിയിലായിട്ട് ബാക്കിയുള്ള എണ്ണ മതി, എല്ലാ എണ്ണയൊന്നും വേണ്ട. ബാക്കിയുള്ള എണ്ണ ഇതുപോലെ മുടിയിൽ എല്ലാ ഭാഗത്തും നമ്മുടെ തുമ്പ് വരെയൊക്കെ നല്ല ഭംഗിയായിട്ട് തേച്ച് കൊടുക്കാം. ഓക്കെ, ഈ എണ്ണയാണ് നമ്മളിന്ന് തേക്കാൻ പോകുന്നത്. അല്ലാത്തവർ നിങ്ങൾ എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഇടാൻ കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതെങ്കിലും ഇട്ട് ഒരു എണ്ണ കുറച്ച് വെയിലത്ത് വെച്ചേക്കാം. മുടി വളരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. അത്ര ഭംഗിയായിട്ട് മുടി വളരും. എത്ര മുടിയില്ലാത്തവർക്കും വളരും. 100% ഞാൻ ഉറപ്പ് വരുന്നു. പക്ഷേ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഇത് ഇട്ടതിന് എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് മുടിയിൽ ഒരു പാക്ക് ഇടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നമ്മൾ ഇന്നൊരു പാക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പിടി കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വീട്ടിലേക്കുള്ള കറിവേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പം പിന്നെ വീട്ടിൽ നിന്ന് കിട്ടാൻ ചാൻസസ് ഇല്ലല്ലോ. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒന്ന് കഴുകി നല്ല ചെറുതായിട്ടൊന്ന് നല്ല ഭംഗിയായിട്ട് കഴുകി, ഉപ്പും മഞ്ഞളും ഒന്നും ഇടണ്ട, കാരണം തലയിൽ തേക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നല്ല കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നല്ല ഭംഗിയായിട്ട് കഴുകിയെടുത്ത കറിവേപ്പിലയും അതിൻ്റെ കൂടെ നല്ല ഒരു കപ്പ് തൈര്, ഒരു കപ്പല്ല 2-3 സ്പൂൺ തൈര്, പുളിക്കാത്ത തൈര്. ഓക്കെ, എന്നിട്ട് ഈ കറിവേപ്പിലയും ഈ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഭംഗിയായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെക്കാം. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ തലയിൽ എണ്ണയൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഞാനിപ്പോൾ എണ്ണ വെച്ചതല്ലേ ഉള്ളൂ, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ പാക്ക് എടുത്തിട്ട് നല്ലപോലെ മുടി തലയോട്ടിയിൽ ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് തേക്കുക. മുടിയിലും നല്ല ഭംഗിയായിട്ട് തേക്കുക. തലയോട്ടിൽ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നല്ല അകലമുള്ള ചീപ്പെടുത്ത് നല്ലപോലെ ചീകി എല്ലാ ഭാഗങ്ങളിലും പിടിപ്പിക്കുക. എന്നിട്ട് തുമ്പിലെല്ലാം നല്ലപോലെ തേക്കുക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കോട്ടായിട്ട്, നിങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് കോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം നല്ല ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ബിക്കോസ് നമ്മൾ എപ്പോഴും ഇടുമ്പം പാക്കുകളൊക്കെ ഇടുമ്പോൾ ചുമ്മാ തലയുടെ മേളിൽ മാത്രം ഇടാതെ കുറച്ച് അത്യാവശ്യം നല്ല കട്ടിക്ക് തിക്കായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നല്ല റിസൾട്ട് കിട്ടുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇന്ന് നമ്മൾ വേറെ പാക്കോ ഷാമ്പോ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നില്ല. തലയിൽ ചെറിയ എണ്ണമയം ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. നാളെ നമുക്ക് നല്ലൊരു പാക്ക് ഇട്ടിട്ട് നമ്മുടെ ഹെയർ വാഷ് ഒക്കെ വെച്ച് നല്ലൊരു പാക്ക് ഇട്ടിട്ട് തല വാഷ് ചെയ്ത് കളയാം. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. ഒരു പാക്കായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഒരു നരയൊക്കെ ഈ കറിവേപ്പിലൊക്കെ നമുക്ക് അറിയാമല്ലോ, മുടിയുടെ നരയൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പാക്കാണിത്. ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലപോലെ ഇട്ട് കൊടുത്ത് പാക്ക് കഴിയുക. ഒരുപാട് പേര് വീണ്ടും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി മുടി വളരാൻ എന്ത് ചെയ്യണം, ചേച്ചി മുടി കറക്കാൻ എന്ത് ചെയ്യണം, ചേച്ചി മുടി പൊഴിഞ്ഞു പോകുന്നു. എല്ലാത്തിനും ഒരേ ഒരു ആൻസർ, നിങ്ങൾ ഹെയർ കെയർ കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസം, നമ്മൾ 7 ദിവസം ആയില്ലേ, ഒരു 30 ദിവസം എൻ്റെ കൂടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകും, വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. അതിനകത്ത് നോ ഡൗട്ട്. കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ ഹെയർ കെയറും ഗ്രേ ഹെയറും ഒക്കെ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും
തീർച്ചയായിട്ടും കൂടെ ചെയ്താൽ ഇപ്പം എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലേ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കൂടെ ചെയ്ത് നമുക്കൊരു നല്ല റിസൾട്ട് മുടിക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, മുടി കാരണം പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് മുടി എന്ന് പറയുന്ന ഒരു ഭംഗി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് മുടി, നല്ല ഭംഗിയുള്ള മുടി. മുഖം നോക്കുമ്പോൾ മുടിയിൽ നല്ല ഒരു നല്ല മുടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓരോ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളായിരുന്നാൽ പോലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം എങ്ങനെയാണ് കാണിക്കേണ്ടത്? തീർച്ചയായും ലൈക്ക് ബട്ടണിലൂടെയാണ് ഇഷ്ടം കാണിക്കേണ്ടത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.